ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിലെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഓണം പ്രമാണിച്ച് നന്ദും കനകയും നമ്മുടെ ഗോവിന്ദനൊക്കെ കൂടി ചേർന്നിട്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. ജലജക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. അഭിയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നൈസായിട്ട് ഒഴിവാവാൻ വേണ്ടി നോക്കാണ്. പക്ഷേ നവ്യ പറയണ്ടേ, എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഇവിടുന്ന് തോറ്റിന്ന് പോവരുത് എന്നിങ്ങനെ പറയാണ്. നവ്യയുടെ ഉദ്ദേശം തൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ തനിക്ക് അടുത്തിങ്ങനെ കിട്ടുമല്ലോ, ഓണത്തിന് അവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സദ്യ കഴിക്കാൻ പറ്റുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് നമ്മുടെ നവ്യ കാണുന്നത്. അങ്ങനെ നവ്യ പറയേണ്ടത് നമ്മൾ തോറ്റു പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയാണ്. അപ്പയ്ക്കാണെങ്കിൽ ഒരു സമാധാനം. ഓ, ഇനിയിപ്പോ ഒരു സംഭവമുണ്ട്, ഓണമല്ലേ വരുന്നത്, അവള് എന്തായാലും ഇവിടെ പായസം വെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് 4 കൂട്ടം പായസം വെക്കും, ഗസ്റ്റുകളൊക്കെ ഉള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് പായസത്തിലൊരു കളി കളിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് അഭി. ജലജ ചോദിക്കണ്ടേ, എടാ എന്താണ് മോനെ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മേ, എന്തായാലും ഓണത്തിന് എല്ലാവരും വന്നു, അതെ ഇവിടെ പായസം വെക്കുമല്ലോ, തീർച്ചയായിട്ടും വെക്കും. ഏടത്തിയാണെന്നുണ്ടെങ്കിൽ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട അടപ്രഥമനും, മരുമകളാണെങ്കിൽ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ശർക്കര പായസവും ഒക്കെ വാശിക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, അവർ വെക്കട്ടെ അമ്മേ. നോക്കൊക്കെ പായസം വെക്കുമ്പോൾ അനഘക്കും അവളുടെ മകൾക്കും പായസം കൊടുക്കാതിരിക്കില്ലല്ലോ. നീ എന്ത് വർത്താനോടാ പറയണത്? പിന്നെ അവർ പിന്നെ പായസം കുടിക്കില്ലോ കൂട്ടത്തിലിരിക്കുമ്പോൾ. എങ്കിലേ നമുക്ക് അതിലൊരു പ്ലാൻ ചെയ്താലോ അമ്മേ? പ്ലാനോ? എന്ത് പ്ലാൻ? പായസത്തിൽ നമുക്കേ ഒരു സംഭവം ചെയ്യാം. അനഘ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ തക്കിടതരിയുടെ പരിപാടി അതിൽ ചെയ്താലോ? എടാ, ഇതൊക്കെ നടക്കോ? അവസാനം ഈ പാരകളൊക്കെ നമുക്ക് തന്നെ തിരിച്ചു വരുമോ? നിനക്കറിയാലോ, നമ്മൾ എന്ത് ചെയ്താലും ആ പാരകളെല്ലാം നമുക്ക് തിരിച്ചു വരുന്ന രീതിയിലേ വന്നിട്ടുള്ളൂ. ഇതുവരെയായിട്ടും നമ്മൾ വിചാരിച്ച ആളുകൾക്ക് അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതൊക്കെ ശരി തന്നെയാമേ. പക്ഷെ ഈ പ്രാവശ്യം അമ്മ നോക്കിക്കോ, അനഘനെ കൊണ്ട് ഞാനൊരു പായസം കുടിപ്പിക്കും. അല്ല, നീ എന്താ ചെയ്യാൻ പോണത്? അല്ല, അവളിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ അതിൻ്റെ അഹങ്കാരത്തിലാണല്ലോ, അതിൻ്റെ ഒരു ആവേശത്തിലാണല്ലോ. അവളെ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കണ്ട. പിന്നെ എത്രയും പെട്ടെന്ന് അവൾ സംസാരിക്കുമെന്നൊക്കെയാണ് പറയണത്. അതായത് സംസാരിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ ഉറപ്പ് കൊടുത്ത സ്ഥിതിക്ക് അവളിനി സംസാരിക്കാനും പാടില്ല. സംസാരിച്ച് ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് അമ്മക്ക് ആലോചിക്കാലോ. പിന്നെ തീർച്ചയായിട്ടും ആലോചിക്കാം. നീ ഇവിടെ നിന്ന് പുറത്താകും അമ്മേ. അതെ, അതാണ് അമ്മയടുത്ത് ഞാൻ പറഞ്ഞത്. ഒരിക്കലും അവൾ എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല. അവൾ എന്നേക്കുമായിട്ട് ആ ബെഡിൽ ശവം പോലെ കിടക്കണം. അതിനുവേണ്ടി ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് പോട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും, ഏട്ടാടാ നീ എവിടേക്കാടാ പോണത്? നിന്റെ അച്ഛനെ കാണാനാണോ? ഓ, ഈ സമയത്ത് അമ്മയുടെ ഒരു ഈഗോ. അമ്മ ഒന്ന് മിണ്ടാതിരിക്കേ. നമുക്കിവിടെ പിടിച്ചു നിൽക്കണോ? അതിനുള്ള കുറച്ച് തന്ത്രങ്ങളൊക്കെ മെനയാൻ വേണ്ടി ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് അഭി നേരെ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് പോവാണ്. അച്ഛാ, അനഘേനെ അങ്ങനെ തന്നെ കിടത്താൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ? അവളിനി സംസാരിക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവൾ ഉടനെ സംസാരിക്കുമെന്നാണ്. പാടില്ല അച്ഛാ, അവള് സംസാരിക്കാൻ പാടില്ല. എടാ മോനെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു സംഭവം തരാം. നീ പറഞ്ഞ പോലെ തന്നെ പായസത്തിൽ, അത് അവള് കുടിക്കുന്ന പായസത്തിൽ തന്നെ കൊടുക്കണം. അല്ല, നീയോ നിന്റെ ഭാര്യയോ നിന്റെ അമ്മയോ നിന്റെ അനിയത്തിയോ കുടിക്കാതെ നീ നോക്കണം. ജലജ കുടിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവൾ അങ്ങനെ തളർന്നു കിടന്നാൽ എനിക്ക് അത്രയും സന്തോഷം. അല്ല അച്ഛാ, അച്ഛനും അമ്മയടുത്ത് എന്താ ഇത്ര ദേഷ്യം? എന്തൊരു വൈരാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ ചതിയുടെയും കഥ ഇതിന് പിന്നിലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്ത് കഥയാണെന്ന് അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എടാ, അത് സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറയാം. പക്ഷെ ഇപ്പം നീ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പായസത്തിൽ ഈ സംഭവം കലക്കണം. ഒരിക്കലും നീയും നിന്റെ മോനും എൻ്റെ മകൾ അവന്തികയും ആ പായസം കുടിക്കാൻ പാടില്ല. അത് ഓർത്തു വെച്ചോ. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം മേടിച്ച് അഭി അങ്ങോട്ട് പോകുക. അങ്ങനെ അഭി പോകുമ്പോഴേക്കും അഭിയുടെ മനസ്സിൽ താൻ മാത്രം കുടിക്കരുത്, ബാക്കി ആര് കുടിച്ചാലും കുഴപ്പമില്ല, അവന്തിക കുടിച്ചാൽ അത്രയും നല്ലത്. എന്തായാലും AN ജ്വല്ലറിയുടെ അവന്തികയാണല്ലോ, അവൾ അങ്ങനെ കുടിച്ചങ്ങനെ തളർന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ AN ജ്വല്ലറി തനിക്ക് സ്വന്തം എന്നാണ് അഭി വിചാരിക്കുന്നത്. പിന്നെ അമ്മ, ഓ ഇത്രയും പ്രായമില്ലേ, ഇത്രയും പ്രായത്തിൽ അടിപൊളിയായിട്ട് ജീവിച്ചില്ലേ, ഇനി കുറച്ചു നേരം കട്ടിലിൽ കിടപ്പ് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ അനഘക്ക് തന്നെ കുടിക്കാൻ കൊടുക്കണം. അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, ഒരിക്കലും താൻ കുടിക്കരുത് എന്നാണ് വിചാരിക്കണത്. അങ്ങനെ അഭി സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് എത്താണ്. ജലജ ചോദിക്കണ്ടല്ല, നീ ഇവിടെ നിന്ന് എന്തോ മലമറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോയത്, എന്താ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. എന്തായാലും ഈ ഓണം വന്നത് നമുക്ക് ഭാഗ്യമേ. അതെ, എല്ലാവർക്കും പണി കൊടുക്കാൻ പറ്റിയ അവസരമാണ് ഈ വന്നിരിക്കുന്നത്. അല്ല, നീ എന്ത് പണിയാ കൊടുക്കാൻ പോണത്? അതൊക്കെ ഉണ്ട് അമ്മ നോക്കിക്കോ, ഓണത്തിനാവട്ടെ. എടാ, തിരിച്ചു പണി കിട്ടാതെ നോക്കണേടാ അമ്മേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പണി കിട്ടുന്ന രീതിയിലാക്കാതിരുന്നാൽ മതി എന്ന് അഭി പറയണം.
അങ്ങനെ ജലജ എന്താണാവോ ചെയ്യാൻ പോണത്, ഈശ്വര ആ പണി എനിക്ക് കിട്ടല്ലേ, സാധാരണ ഇവൻ എന്ത് പണി വെച്ചാലും അത് എനിക്കാണ് കിട്ടുന്നത്, എനിക്ക് കിട്ടല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജ കേട്ടോ. അങ്ങനെ ഓണത്തിന്റെ സമയത്ത് പായസത്തിന്റെ പൂരമാണ്, 3-4 തരം പായസമാണ്. അതിൽ അനഘക്ക് എന്തായാലും പായസം കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പൊ അനഘക്ക് കൊടുക്കുന്ന പായസത്തിൽ ആ ഒരു സംഭവം ചേർക്കുക എന്നത് മാത്രമാണ് അബിയുടെ ദുരുദ്ദേശം. അങ്ങനെ പക്ഷെ നയനക്ക് നന്നായിട്ട് അറിയാം പായസത്തിലല്ല എന്തെങ്കിലും സംഭവത്തിൽ ഈ അബി എന്തെങ്കിലും ചേർക്കാതിരിക്കില്ലെന്ന്. അതുകൊണ്ട് അനഘക്കുള്ള പായസം നയനയാണെങ്കിൽ എല്ലാവരും കാണുക തന്നെ ദേ ഇത് അനഘക്കുള്ള പായസമാണ്, അധികം മധുരമിടാത്ത പായസമാണ്, അനഘക്ക് ഒരുപാട് മധുരം കഴിക്കാൻ പാടില്ലല്ലോ, അപ്പൊ അധികം മധുരമില്ലാത്ത പായസമാണ്, ഇത് അനഘയുടെ പായസമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലെ പായസം എല്ലാവരും കാണുകയും തന്നെയാണ് മുൻപിൽ എടുത്തു വെച്ചത്. അതിൽ അബി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ നവ്യ പറയുന്നുണ്ട് നയനെടുത്ത് ഫോൺ വിളിച്ച്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അവൻ ആ പായസത്തിൽ ചേർത്തേക്കുന്ന സംഭവം അവനെ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ അമ്മേനെ കൊണ്ടോ അനിയത്തിനെ കൊണ്ടോ കുടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റുവന്നു. അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ കാത്തിരിക്കണം. പനകക്കുള്ള പായസത്തിൽ അബി ഇങ്ങനെ ചേർക്കുന്നത് കാത്തിരിക്കാനല്ല നമ്മുടെ നയനയും നവ്യയും ആദർശം കൂടി ചേർന്നിട്ടോ ഇങ്ങനെ ഇടം കണ്ടിട്ട് ഈ അബീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവരുടെ ശ്രദ്ധ മാറുമ്പോഴേക്കും അബി അനഘയുടെ പായസത്തിൽ തന്നെ 2-3 തരി പൊടിയിടാണ്. എന്ത് പൊടിയാണോ ആവോ, എന്തായാലും ആ പായസത്തിൽ എന്നിട്ട് അനഘക്ക് കുടിക്കാൻ വെച്ച പായസത്തിൽ അങ്ങനെ ചെയ്യാണ്. ആ സമയത്ത് നവ്യ അബീനെ വിളിക്കുകയാണ്, അബി ഒന്നിങ്ങോട്ട് വന്നേടാന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വലിയ സംഭവം നടന്ന പോലെ വിളിക്കുകയാണ്. അബി അങ്ങോട്ടേക്ക് ഓടിപ്പോണ സമയത്ത് നവ്യ ആ പായസം എടുത്ത് മാറ്റാണ്, എന്നിട്ട് അടുക്കളയിൽ മൂടി വെക്കുന്നുണ്ട് ആ പായസം. ശേഷം എല്ലാം ഭദ്രമാക്കി വെക്കാണ്. പിന്നീട് നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട് നയന ആ പായസം അടുക്കളയിൽ കൊണ്ടേ വെച്ചു, വേറൊരു പായസമാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത് എന്ന് പറയാണ്. അനഘ ആ പായസം എടുത്ത് കുടിക്കുന്നുണ്ട്. അബിക്ക് സന്തോഷാവാണ്. ജലജ എടുത്ത് പറയുന്നുണ്ട്, അമ്മ നോക്കിക്കോ അമ്മേ, ഇന്ന് രാത്രി തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച കാണാം, ഈ ഓണം ആഘോഷിച്ച വീട്ടിലെ കരച്ചിൽ കാണാൻ പറ്റണ ഒരു നല്ലൊരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ പറയാണ്. എടാ ഈ സന്തോഷം നമുക്ക് പായസം കുടിച്ച് അടിച്ചു പൊളിക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ട് പായസം ജലജയും അബിയും അവന്തികയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ജലജക്കും അവന്തിക്കും ഒരു സംശയം, അബി തനിക്കിട്ടൊരു പണി തന്നിട്ടുണ്ടോ, താങ്കൾ കുടിക്കുന്ന പായസം എന്തെങ്കിലുമൊക്കെ ഇവൻ കലക്കിയോ എന്നൊക്കെ ഒരു സംശയം വരാണ്. സ്വന്തം മോനെ പോലും വിശ്വാസമില്ല. അങ്ങനെ അബിയുടെ പായസം എടുത്ത് മാറ്റി അത് ജലജ കുടിക്കാൻ വെച്ച പായസം അബിയും കുടിക്കുകയാണ്. അങ്ങനെ അബിക്ക് വെച്ച പണി ജലജക്കും അവന്തിക്കൊക്കെ കിട്ടാൻ വേണ്ടി പോകാട്ടോ. അതായത് അനഘേനെ കൊല്ലാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ തിരിച്ച് പണി കിട്ടാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോണത്. നാളെ നമുക്ക് എപ്പിസോഡ് ഇല്ല, ഓണം സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ, ഓണത്തിൻ്റെ സിനിമയും കാര്യങ്ങളൊക്കെയാണ് ഈ ഓണം സെലിബ്രേഷൻ കാണിക്കുന്നത്. മറ്റന്നാളത്തെ എപ്പിസോഡിലായിരിക്കും. എന്തായാലും അവിടെ ഒരു ഭയങ്കര ഒരു കോലാഹലം തന്നെയായിരിക്കും ഓണം എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നാളെ എനിക്ക് തോന്നുന്നു ഒരു സീരിയലും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇന്ന് സാന്ത്വനം, അഡ്വക്കേറ്റ് അഞ്ജലി, അങ്ങനത്തെ 5:30 മുതലുള്ള സീരിയലൊന്നും തന്നെ ഇല്ല 7 മണി വരെ. നാളെ ഫുൾ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടപരമ്പരകളൊക്കെ നാളെ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. അതുപോലെ തന്നെ പ്രൊമോ, അതായത് വീക്കെൻഡ് പ്രൊമോ വരുവാണെങ്കിൽ അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.